അഡ്വക്കേറ്റ് അസ്ക, ഈ കൊള്ളയുടെ സൂത്രധാരന്മാർ വാസുവിലും അതുപോലെ പത്മകുമാറിലും ഒതുങ്ങില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് കാര്യകാരണ സഹിതം ശ്രീജിത്ത് പണിക്ക വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ആ പ്രോസസ്സ്, ആ ഒരു പ്രക്രിയ, ഈ കടത്തൽ പ്രക്രിയ അതിപ്പോഴും അനുസ്യൂതം തുടരുകയാണ്. പക്ഷേ വാസുവോ പത്മകുമാറോ ചിത്രത്തിലില്ല. പലരും വരുന്നു. പക്ഷേ ഇപ്പോഴും ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അതാണ് ആ ഒരു സൂപ്പർ മാസ്റ്റർ ബ്രെയിൻ. ആരാണ് എന്ന് ചോദിക്കുന്നത്. അന്നമ്പീർ, ഞാൻ അങ്ങ് ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ജി സുധാകരൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർത്തു. തിരുവിതാംകൂർ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം തന്നെയാണ് പിൽക്കാലത്ത് അദ്ദേഹം ഇത്തരം ഒരു ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം പറയുന്നത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷം പേരും അഴിമതിക്കാരാണ് എന്ന് തുറന്നു സമ്മതിക്കുന്ന സമീപനമായിരുന്നു ജി സുധാകരൻ എടുത്തിരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഇത്തരത്തിൽ അഴിമതിക്കാരുടെ എണ്ണം ധാരാളമുണ്ട് എന്ന് തുറന്ന് വളരെ ദുഃഖത്തോടും വിഷമത്തോടും കൂടി സമ്മതിക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനം. ഇതിനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായി ചിത്രീകരിക്കരുത്. കാരണം നമുക്കറിയാം, 2007 ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള ഒരു ശുപാർശ ദേവസ്വം ബോർഡുകളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ നിശ്ചയമായും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളത് ഇടതുപക്ഷം ഈ അടുത്ത കാലത്ത് എടുത്ത രാഷ്ട്രീയ തീരുമാനം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇടതുപക്ഷം അക്കാര്യത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു, CPM വിശിഷ്യ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് കരുതുകയാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ ശ്രീ കെ ജയകുമാർ സാറിനെ പോലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ബ്യൂറോക്രാറ്റിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM നിയോഗിച്ചിരിക്കുന്നു. കിടക്കുന്ന ആളാണ് കെ ജയകുമാർ. അത് നിങ്ങൾക്ക് അത്തരത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിവിധ വകുപ്പുകൾ പരിശോധിച്ചാലും അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം സേവനമനുഷ്ഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉദാഹരണമാണ് അവിടുത്തെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അല്ല, അത് പരിശോധിച്ചല്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്തുകൊണ്ട് പൂർണ്ണമായി നിങ്ങൾ കരുതുന്നത് പോലെ അതിന്റെ സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമാണ്. ഈ സ്ഥലപരിമിതി ചോദിക്കുമ്പോഴാണ് പലപ്പോഴും ആ സ്ഥലപരിമിതിക്ക് അതിന് ആവശ്യമായിട്ടുള്ള ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വിട്ടു നൽകുന്നു, വനം വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകണം. അപ്പൊ അതൊക്കെ വളരെ വിവാദ വിഷയങ്ങളാണ്. നമ്മുടെ വിഷയത്തിൽ നിന്നിൽ ഒരുപക്ഷെ സമയബന്ധിതമായി നിന്നുകൊണ്ട് അത് തീരുമെന്ന് തോന്നുന്നില്ല. അത് മറ്റൊരു വിഷയം. അപ്പോ ശ്രീ കെ സ്ഥലപരിമിതി ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാലോ, അത് ചെയ്യണ്ടെന്ന് പറയാലോ. അങ്ങനെയല്ല, ശ്രീ കെ ജയകുമാറിനെ പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, ഒരു ബ്യൂറോക്രാറ്റിനെ ഈ കാര്യത്തിൽ ചുമതലയേൽപ്പിക്കുക വഴി CPM-ഉം ഇടതുപക്ഷവും എടുത്തിട്ടുള്ള ഒരു സുദീർഘമായിട്ടുള്ള വീക്ഷണങ്ങളോടുകൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം. അത് വലിയ വിഭാവനയുടെ കൂടി ഫലവത്താണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ വിമർശിക്കാനാവുന്നില്ല. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഇക്കാര്യത്തിൽ സൃഷ്ടിക്കണം. ഈ കൊള്ളയ്ക്ക് വേണ്ടി ഈ കൊള്ള ഒരു തരത്തിൽ ആരും ന്യായീകരിക്കുന്നില്ലെന്നേ. ശബരിമല അയ്യപ്പന്റെ ഒരു തരി മണ്ണുപോലും നഷ്ടപ്പെടുന്നതിന് ആഗ്രഹമില്ലാത്തവരാണ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരെന്നും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലായല്ലോ. വാസുവിനെയും പത്മകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മനസ്സിലായല്ലോ. അല്ല, ഞാൻ വ്യത്യസ്ത നിലപാടുള്ള ആളാണ്. വാസു സാറിനെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ SITക്ക് തെറ്റുപറ്റി എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കറിയില്ല ഹരിത സാർ, നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കള്ളനെന്നും ആവർത്തിച്ചു പറയുന്നത്. നിങ്ങൾ ഇതേ വാചകം തന്നെ പണ്ട് കരുണാകരന്റെ കാലത്ത് നമ്പി നാരായണനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്പി നാരായണൻ ഇന്ത്യയുടെ ശാസ്ത്ര രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്ന് പറഞ്ഞ ആളുകളാണ് ഞാനടക്കം. നിങ്ങൾ എല്ലാവരും, എന്റെ മനോഭാവവും അത്തരത്തിൽ തന്നെയായിരുന്നു. എപ്പോഴായിരുന്നു നമ്പി നാരായണൻ ഏറ്റവും മികച്ച മനുഷ്യനായി നാം കണ്ടത്? അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും. നാളെ കാലം കരുതി വെച്ചിരിക്കുന്ന ഒരു കാവ്യനീതി നിരപരാധിയാണെന്നും വാസുവിനെ ശിക്ഷിക്കൊന്നുമില്ല ശ്രീ അസ്കർ, ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പിശക് എന്ന് പറയുന്നത് ഒരു ഇൻഅഡ്വർട്ടന്റ് ഒമിഷൻ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ ഫയൽ നോട്ടിൽ ചെമ്പുപാളികൾ എന്ന് തിരിച്ചറിഞ്ഞത് തിരുത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ. മറ്റൊരിതര തെളിവുകളും അദ്ദേഹത്തിനെതിരെ നിലവിലില്ല എന്ന വസ്തുതയാണ്. രണ്ട് കാര്യത്തിലാണ്. അദ്ദേഹം കമ്മീഷണർ ആയിരുന്ന സമയത്താണ് ഈ ചെമ്പുപാളികൾ, ശ്രീകോവിലിന്റെ വാതിലുകളിലെ ചെമ്പുപാളികൾ പഴയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതി വന്നത് ഒരു ക്ലർക്ക് തിരുത്തി ചെമ്പുപാളികൾ എന്നായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിയത്. ഒന്ന്, അദ്ദേഹം അതിൽ ഒരു ഉത്തരവും പാസാക്കിയില്ല. അദ്ദേഹം ചെയ്തത്
അത് ബോർഡ് തലത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായി തീരുമാനമെടുക്കണം എന്ന് ഒരു കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹം ദേവസ്വം ബോർഡിലേക്ക് ആ കത്ത് കൈമാറ്റം ചെയ്യുക എന്ന മാത്രം ഉത്തരവാദിത്വമാണ് അദ്ദേഹം ചെയ്തത്. തട്ടിപ്പെല്ലാം നടത്തിയ ശേഷം ഈ പോറ്റി പറഞ്ഞല്ലോ എന്റെ കയ്യിൽ കുറച്ച് സ്വർണം ശേഷിപ്പുണ്ട്. അപ്പൊ എത്ര ഗ്രാമുണ്ട് അല്ലെങ്കിൽ എത്ര കിലോ ഉണ്ടെന്നൊന്നും ചോദിക്കാതെ അതില് ഞാൻ പറയാം 2019 ഡിസംബർ മാസത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതല വഹിച്ചു വരുന്ന സമയത്ത് വാസു സാറിന് മുന്നിൽ ഒരു ഇമെയിൽ വരുന്നു. ആ ഇമെയിലിൽ എന്റെ കയ്യിൽ കുറച്ചധികം ഈ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ ശ്രീകോവിലിലെ വാതിലുകളും സ്വർണം പൂശിയതിന്റെ നീക്കിയിരിപ്പ് സ്വർണം ഇരിപ്പുണ്ടെന്നും അത് ഏതെങ്കിലും ഹിന്ദു യുവതികളുടെ വിവാഹം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ബോർഡുമായി ചേർന്ന് ചെയ്യണമെന്നൊരു ശുപാർശയുണ്ട്. അത് നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമെയിൽ ലഭിക്കുന്നു. അദ്ദേഹം ഇമെയിൽ ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുന്നു. ദേവസ്വം കമ്മീഷണർക്കല്ല, തിരുവാഭരണ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുന്നു. തിരുവാഭരണ കമ്മീഷണർ നാം ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ 2025 ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. 2019 ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ശബരിമലയിലെ ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്പോൺസറായിട്ടാണ് നാം തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ മനോഭാവത്തിന്റെ പ്രശ്നം. അതാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുള്ള തിരുവാഭരണ കമ്മീഷൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലിരിക്കുന്ന സ്വർണം അദ്ദേഹം സമാഹരിച്ചതും അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതുമായ സ്വർണമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന ശുപാർശയാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതിൽ എത്ര സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നോ അതായത് അദ്ദേഹത്തെ ഈ വാസുവിനെ തുടക്കത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ? അതായത് TV ചാനലുകളിൽ ഈ കേസ് വന്ന സമയത്ത് വാസു എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വാസു പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് അറിയില്ല. നിങ്ങൾ ആ പഴയ ചാനൽ വാർത്തകളൊക്കെ നോക്കിയിട്ടുണ്ട്, എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ രണ്ടാമത് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടില്ല. മൂന്നാമത് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത് അതായത് ഓരോ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത് ഞാൻ അദ്ദേഹവുമായിട്ട് 3 വട്ടം ചർച്ചയ്ക്ക് ഇരുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇന്നലെ പറഞ്ഞതല്ലോ ഇന്ന് പറയുന്നേ, താങ്കൾ എന്താ അഭിപ്രായം മാറ്റിയത് നോക്കി? എനിക്ക് ഓർമ്മക്കുറവുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ പോലുള്ള ഒരാള് 2 പ്രാവശ്യം കമ്മീഷണറായ ആള് അദ്ദേഹത്തെ പ്രസിഡന്റാക്കി. അദ്ദേഹം പിന്നീട് പറഞ്ഞ ഒരു കാര്യം, അതായത് ഞാനിത് തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അതിന് ഏഷ്യാനെറ്റുകാർ ചോദിച്ചു, അപ്പൊ അതിന് മറുപടി കിട്ടിയോ? ഒരു മറുപടിയും തന്നില്ല എന്നായിരുന്നു പറഞ്ഞേ. പക്ഷെ പിന്നീട് എന്ത് പറഞ്ഞു? അവര് മറുപടി തന്നു. അത് നിങ്ങളുടെ യുക്തം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് മറുപടി തന്നു. ഞാനത് അങ്ങനെ അദ്ദേഹത്തിന് മെയിലായിട്ട് അയക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ഓരോ കേസും ഒന്നായിട്ട് പുറത്തു വരുമ്പോഴാണ് വാസു അത് പറയുന്നത്. അപ്പൊ അതുവരെ വാസു തനിക്ക് പോറ്റി അറിയില്ല, തനിക്ക് ഈ മെയില് കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം തന്നെ അദ്ദേഹത്തിന് അറിയില്ല. ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ശരി, ശ്രീ RVO മനസ്സിലാക്കേണ്ടത് വാസുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തരത്തിലുള്ള അഴിമതി തൊട്ടു തീണ്ടാത്ത മനുഷ്യൻ. ഞാനത് വ്യക്തിപരമായി തന്നെ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുള്ളത് കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ വഴി ഞാൻ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും പത്മകുമാറിനെ സംബന്ധിച്ച് ഈ ഒരു നിലപാട് എനിക്ക് എടുക്കാൻ കഴിയില്ല. കാരണം വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും വ്യക്തിപരമായ അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു നിലപാട് പറയാത്തത്. പക്ഷേ അദ്ദേഹത്തിനും ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് ബോർഡ് തലത്തിൽ ചർച്ച ചെയ്ത് ഇപ്പൊ ശ്രീ ശങ്കർദാസിനും അതുപോലെ ശ്രീ വിജയകുമാറിനും സംഭവിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു പിശക് അക്കാര്യത്തിൽ വന്നത് പിത്തള എന്ന് എഴുതി വന്നത് സ്വന്തം കൈപ്പടയിൽ വെട്ടിത്തിരുത്തി ചെമ്പുപാളികൾ എന്ന് ബോർഡിന്റെ മിനിറ്റ്സിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ദുർബലമായ SIT വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെറും ദുർബലമായ അതും കോടതിയുടെ മോണിറ്ററിംഗിൽ ഹൈക്കോടതിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗിൽ നടക്കുന്ന ഒരു അന്വേഷണ സമിതി. ഇപ്പൊ നിങ്ങൾ തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് വളരെ പൊക്കിപ്പിടിക്കുന്ന ഇടതുപക്ഷക്കാര് വളരെ പൊക്കിപ്പിടിക്കുന്ന ആ SIT വാസുവിനെ അറസ്റ്റ് ചെയ്തത് ദുർബലമായ ഒരു കാരണം കൊണ്ടാണ് എന്നാണോ? അത് ഒന്നാമത്. 2, ഹസ്കർ പറഞ്ഞു അദ്ദേഹത്തെ നമ്പിനാരായണനുമായിട്ടൊക്കെ ഉദാഹരിച്ചുകൊണ്ട് ഹസ്കർ പറയുണ്ടായി. ഹസ്കറെ, നമ്മുടെ കേരള രാഷ്ട്രീയത്തില് ബാലകൃഷ്ണപിള്ള അല്ലാതെ
ഒരു രാഷ്ട്രീയ നേതാവിനെ അഴിമതിയുടെ പേരിൽ ശിക്ഷിച്ചതായിട്ട് ഒരു ഉദാഹരണം പറയാമോ? ജയിലിൽ കിടന്നതായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്നതായിട്ട് ഒരു ഉദാഹരണം പറയാമോ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം രാഷ്ട്രീയ നേതാക്കന്മാരാരും അഴിമതിക്കാരല്ലെന്നാണോ? ഈ അന്വേഷണം നടത്തി വിജിലൻസ് അടക്കം ആൾക്കാര് കേസ് ഫയൽ ചെയ്ത് കോടതിയിലെത്തി വെറുതെ വിടുന്നതൊക്കെ അവര് നിരപരാധികളാണ് എന്നുള്ളത് കൊണ്ടാണെന്നാണോ? അല്ലല്ലോ. അതിന് വേണ്ടത്ര കറസ്പോണ്ടിങ് തെളിവുകൾ കൊടുക്കുന്നതിൽ അഴിമതി നടത്തുമ്പോൾ ആ അഴിമതി നടത്തുന്നവര് കൃത്യമായിട്ട് ഒരു ലൂപ്പ് ഹോളും അവശേഷിപ്പിക്കാതെ നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അഴിമതിക്കാരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ദേശീയ തലത്തിൽ നമുക്ക് ഒരു ലല്ലു പ്രസാദ് യാദവിനെ കാണാം, നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ബാലകൃഷ്ണപിള്ളയെ കാണാം. അതിനപ്പുറത്തേക്ക് ആരെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അപ്പൊ ഇതെല്ലാം നമ്മൾ രക്ഷപ്പെട്ടു കോടതിയിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാള് കുറ്റക്കാരനല്ല എന്ന് വരുന്നില്ല എന്നുള്ളത് കൂടി താങ്കളൊന്ന് മനസ്സിലാക്കാൻ നല്ലത്.